ഭയമുള്ള വ്യക്തികളുടെ മറ്റൊരു പ്രത്യേകത ജീവിതത്തിലെ പ്രത്യേക നിമിഷങ്ങളിലും ചില സ്ഥലങ്ങളിലും ചില വ്യക്തികളുടെയും ചില ജീവജാലങ്ങളുടെയും ചില വസ്തുക്കളുടെയും സാന്നിധ്യത്തിൽ സുരക്ഷിതത്വം അനുഭവപ്പെടാതെ ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവർ വീണുപോകുവാൻ കാരണമാകുന്നു. ചില നിമിഷങ്ങളിൽ സുരക്ഷിതത്വം അനുഭവിച്ചറിയുവാൻ ഇക്കൂട്ടർക്ക് സാധിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ മേഖലയിൽ ഒരു പ്രാർത്ഥനാഭിഷേകം നമുക്ക് ആവശ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞു, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. അതുപോലെ സങ്കീർത്തന പുസ്തകം 121-ാം അധ്യായം 5-ാം വാക്യം. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. കർത്താവിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് ഭയം നീക്കുവാനുള്ള രണ്ടാമത്തെ ഘട്ടം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പരിശ്രമം എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുവാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും പരിചയം കാവൽക്കാരനുമാണെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സംരക്ഷണം അവിടുന്ന് ഏറ്റെടുക്കുവാൻ കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സംരക്ഷണത്തിന് അങ്ങയുടെ പരിശുദ്ധ അമ്മയെയും വിശുദ്ധ യൗസപിതാവിനെയും സകല വിശുദ്ധരെയും രക്തസാക്ഷികളെയും കാവൽ മാലാഖമാരെയും അവിടുന്ന് ഏർപ്പെടുത്തണമേ. അങ്ങ് നൽകുന്ന ദൈവിക സംരക്ഷണം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സംരക്ഷണം ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നമുക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.